ഇത്രയും ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ ചൈനയിലെ വൻമതിൽ കെട്ടിവെക്കുന്നത് പോലെ കെട്ടിവെക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ബഷീർ സാറേ, ഓ മണി അടിക്കാൻ സമയമായില്ലേ? ആ പ്രാർത്ഥനാനൊക്കെ കഴിഞ്ഞല്ലോ. മണിയടിക്കേണ്ടവൻ ആ സുഖുവല്ലേ, അവൻ വന്നു കാണുകയല്ലെന്നേ. ആ കെട്ടിത്തൂക്കിയിരിക്കുന്ന മണിയിലെ 2 അടി അടിക്കുന്നതിനാ അവന് രൂപ 15,000 മാസം തോറും എണ്ണി കൊടുക്കുന്നത്. വല്ല കാര്യമുണ്ടോ ബഷീർ സാറേ? കാര്യമില്ല. ആ കാശ് കൂടെ എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ നല്ല മണിയായിട്ട് മണി അടിച്ചേ. അത് ശരിയാ, അല്ലെങ്കിലും സാറ് മണിയടിക്കാൻ വിടുക്കനാ. ആ ടീച്ചർമാരെ മണിയടിക്കുന്നത് നമ്മൾ കാണണല്ലേ. അത് പിന്നെ ക്ലാസ് റൂം തോറും നടന്നേ ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും ഒക്കെ പഠിപ്പിച്ച് കുഴഞ്ഞു വരുമ്പോഴേ എന്തെങ്കിലും ഒരു റിയലൈസേഷൻ വേണ്ടോ സാറേ? അത് വേണം. അല്ല സാറേ, ക്ലാസ്സിന് പോകുന്നില്ലേ? സമയമായെന്ന്. ആദ്യം മണി അടിക്കട്ടെ, എന്നിട്ട് വാ. എന്നാ ശരി. ആദ്യം താഴെത്തട്ട് മുതൽ ജോലി തുടങ്ങട്ടെ. ശരിയാണല്ലോ സാറേ, ഇന്ന് എന്ത് പറ്റി? മണിയടിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇവിടെ ഇല്ലേ? അതെ, ഒരു പണിയില്ലാതെ നമ്മുടെ സ്കൂൾ വഴിയെ തേരാപ്പാര നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ. അതാരാ? നമ്മുടെ PTA പ്രസിഡന്റ് സുഗുണൻ. മണിയടി അയാളെ ഏൽപ്പിച്ചാൽ നല്ല കൃത്യമായിട്ട് അയാൾ മണിയടിക്കും. അത് ശരിയാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സുഗുണൻ ചേട്ടന്റെ ആത്മാർത്ഥത നമ്മൾ സമ്മതിക്കണം. കടകസാരത്തിനാ മലയാളം പുസ്തകം. രാവിലെ സ്കൂളിന്റെ ഗേറ്റ് തുറക്കാൻ താമസിച്ചാലും മതിൽ ചാടിക്കേറി വന്നിട്ടാണെങ്കിലും പുള്ളി മണിയടിച്ചോളും. അതാ സുഗുണൻ. എന്തൊരു പൊക്കമായി മതിലിന്. അല്ല, മതിലായ ഇത്തിരി പൊക്കമൊക്കെ വേണം. എൻ്റെ ദൈവമേ, 10ാം ക്ലാസ് പാസ്സാവാൻ ഇത്രയും പാടില്ലായിരുന്നു. ഈ മതിൽ ഇങ്ങനെ ചാടും? അയ്യോ, പാതാളം പോലെ കിടക്കുകയാണല്ലോ. ശരിപ്പോ കിടക്കട്ടെ, അവിടെ കിട. സൈനബ ടീച്ചറെ, ടീച്ചർ തരാന്ന് പറഞ്ഞാൽ നോട്ട് ഇതുവരെ തന്നില്ലല്ലോ. ഓ, ഞാനത് മറന്നുപോയി ടീച്ചറെ. 4ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ നോട്ടല്ലേ, അത് നാളെ തരാം. ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും നോട്ടൊന്നും അല്ല, ടീച്ചർ തരാനുള്ള 1000 രൂപയുടെ നോട്ട്. ഓ, അത് ഞാൻ തരാൻ ടീച്ചറെ. ശമ്പളം ഒന്ന് കിട്ടിക്കോട്ടെ. ഇവന്റെയൊക്കെ പോക്ക് കണ്ട ഇന്ന് തന്നെ പഠിച്ച് ഇന്ന് തന്നെ ഡോക്ടറെ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലുള്ള പോക്ക്. ഗുഡ് മോർണിംഗ് സൈനു. ഗുഡ് മോർണിംഗ് ശശി. ചേട്ടാ, ചേട്ടനോട് ഞങ്ങൾ പല തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെല്ല പേര് പറഞ്ഞ് വിളിക്കരുതെന്ന്. അയ്യോ, അത് പിന്നെ എനിക്കറിയത്തില്ലയോ. ശശി, സൈനു, ഇങ്ങനെയൊക്കെയാണോ ടീച്ചർമാരെ വിളിക്കുന്നത്? അല്ല, അതെ, നിങ്ങളോടുള്ള ഒരു വാത്സല്യം കൊണ്ടല്ലേ മക്കളെ. അല്ലെങ്കിലും പെണ്ണുങ്ങളോട് ചേട്ടൻ ഇത്തിരി വാത്സല്യം കൂടുതലാ. അയ്യോ, അതെ, ഞാൻ അങ്ങനെ ഒരു ജന്മമായിപ്പോയി. ശശിയുടെ ടീച്ചർ വായി നോക്കി നിൽക്കാതെ വരുന്നെങ്കി വാ, മണിയടിക്കാനുള്ള സമയം കഴിഞ്ഞു. Hi, very nice. Nice? What nice? Don't be raise me, okay? Come on. Oh, what a beautiful school. I like it. I very much like it. Come on, Rocky, come on. We have to meet the HM very morning today itself, okay? Huh, Granny? Yeah. I will make a blast to spoil the school. No. See, Rocky, here
You must do only good things, okay? If you do any mistake, you won't get admission, okay? Okay, Granny. Yeah. Okay. Come on. Huh? Who's that short guy? Hey. Hey. Excuse me. Hey, man. Good morning. ഗുഡ് മോർണിംഗ്. Hello. Please wait, yeah. You are the staff here? യാ Sir, you are looking very gentle. Yeah. Naughty boy. I think you are the headmaster of this school. Am I right? യാ Yeah. Your good name, please. യാ Oh, nice name, yeah. യാ Sir, this is my daughter's son, no? Can I get an admission here? മുടിയാനായിട്ട് കുരിശേറി വന്നിരിക്കുക. I don't know. What do you say? If we are not the HM here for this school? അതെ ദിസ് ഈസ് എ സ്കൂള്. ഐ ആം എ PTA. PTA means? PTA പ്രസിഡന്റ്. Oh, president. You panchayat president? This is panchayat office? Yeah, not only the school. ആകെപ്പാടെ പുലിവാലായല്ലോ. Yeah, man, please tell. Tell me. നോ പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ സ്കൂൾ പ്രസിഡന്റ്. You president of this institution? അത് യാ Nice man, come on. Sir, please help me, sir. Please help me, sir, please. Ma, what is this? എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട. Why? ഒരു വയ്യും ഇസറ്റ്. What? അതെ, പിന്നെ ഈ വരാന്തയിൽ കൂടെ നേരെ അങ്ങോട്ട് ചെന്നാൽ ഈ സ്കൂളിലെ ഹെഡ് മിസ്സസ് മറിയാമ്മ മിസ്സിന്റെ റൂമുണ്ട്. Okay. അവിടെ ചെന്ന് കാര്യം പറ. ഗോ Oh. ദേ അവിടെ Headmistress there? അവിടെ തന്നെ. Okay, good. Shall go? Come on. Okay, thank you. Come on. This way go. Good. Okay, thank you, sir. Thank you. Don't do naughty. ലോളപ്പഴം പോലൊരു പെണ്ണേന വേണ്ടേ ഞാൻ. ഗുഡ് മോർണിംഗ് മിസ്. പുഴപ്പുഴയാകി അലഞ്ഞു നാണ്ടേ, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേ നീ. എന്താ പദമാഷേ രാവിലെ ഒരു നാടൻ പാട്ടൊക്കെ ആയിട്ട്? എന്റെ മിസ്സേ, 4 ബിയിലായിരുന്നു എന്റെ ആദ്യത്തെ ക്ലാസ്. അതും ഉള്ളൂരിന്റെ ഉമാകേരണം. സംസ്കൃത പദങ്ങളുമായിട്ടൊന്ന് പിടിക്കുന്നതിന് മുമ്പ് ഒരു നാടൻ പാട്ടിന്റെ ബാക്കപ്പ് നല്ലതാ മിസ്സേ. അതും മണിയുടെ പാട്ട്. മിസ്സേ, മണി എവിടെയോ പോയി. ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. മണി എവിടെ പോയി? ആർക്കറിയാം? എനിക്കറിയാൻ വയ്യ. എന്തായാലും പോയി. അല്ലെങ്കിലും മണിക്ക് ഈടായിട്ട് മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. മനസ്സുമടുത്ത് പോയതായിരിക്കും പാവം. എന്നാലും എത്ര നാടൻ പാട്ട് പാടിത്തന്ന മണിയാ കഷ്ടം. നാടൻ പാട്ട് പാടുന്ന മണിയോ? കലാഭവൻ മണിയുടെ കാര്യമല്ലേ പറഞ്ഞത്? ഓ, ഇങ്ങനെ. അയ്യോ, ആ മണിയല്ല. അതിന് നമ്മുടെ സ്കൂളിൽ മണിയടിക്കുന്ന മണിയല്ലല്ലോ, അത് നീയല്ലേ? അയ്യോ, അടിക്കുന്ന മണിയല്ല, പിന്നെ അടി കൊള്ളുന്ന മണി. ഓ, ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മണി. ഒരു വക പഠിക്കാത്തവൻ, എപ്പോഴും അടികൊള്ളുന്ന ആ മണി. അവനിതെവിടെ പോയി? വല്ല മൂത്രം ഒഴിക്കാനും പോയതായിരിക്കും. നീ പോയി ശരിക്കും നോക്ക്. ഇപ്പൊ ആ മൂത്രം ഒഴിക്കുന്നിടത്ത് പോയാ മണി കാണും. അല്ല, മണിയെ കാണും. എന്റെ പൊന്നു മിസ്സേ, സ്കൂൾ വരാന്തയിൽ കെട്ടിത്തൂക്കിയിട്ട് കൊട്ടുവടി കൊണ്ട് എന്റെ കൈ കൊണ്ട് അടിക്കുന്ന മണിയില്ലേ, ആ മണിയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. മണി അടിക്കാത്തതുകൊണ്ട് സാറന്മാരും ക്ലാസ്സിൽ പോയിട്ടില്ല, കുട്ടികളാരും ക്ലാസ്സിൽ കേറിയിട്ടുമില്ല. മിസ് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എന്റെ പാലം പറ്റ പള്ളിയില് എന്റെ പൊന്നു മിസ്സേ, വേണ്ട. മണി കിട്ടിയില്ലെങ്കിലും വേണ്ട, ദേവി ഏത് മുത്ത നേരല്ലേ കേൾക്കുന്ന ഞങ്ങൾക്കും ഇല്ല ഒരു നാണമൊക്കെ. ഇനി ആ PTA പ്രസിഡന്റ് അറിഞ്ഞാൽ ഇവിടെ വല്ലാത്ത പുകില് നടക്കും. മണിയെ PTA യുടെ മുതലാ. നമുക്ക് നോക്കാം.
ആ മിസ്സേ, നമ്മളെ സ്കൂളിലെ മണി ആരോ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഉള്ളതാണോ? അല്ലെങ്കിൽ രാവിലെ ടിന്നിന്ന് കേൾക്കും, അത് കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. മണി അടിക്കോ അടിക്കാതിരിക്കോ ചെയ്യും. നീ കഞ്ഞി വെച്ചാ മതി, കേട്ടല്ലോ. അല്ല, അരി ഇടണോ? അരി എന്താ മണിയിട്ടാണോ നീ വേവിക്കുന്നത്? എന്താ? അല്ല, അരി എന്താ മണിയിട്ടാണോ നീ വേവിക്കുന്നതെന്ന് ചോദിച്ചാ. അല്ല, കഞ്ഞി കൊടുക്കുന്നതിലും കഞ്ഞി കുടിക്കുന്നതിലും രണ്ടിനും മണി അടിക്കണമല്ലോ, അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ചോദിച്ചത്. നീ ഇപ്പൊ അരി വെള്ളത്തിലിട്ട് കഴുകി പോയില്ലേ, ഇനി ഇടാതപ്പോ എന്തോ ചെയ്യും? അത് സാരമില്ല, നമുക്ക് അരച്ചപ്പം ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാ. അപ്പം ഉണ്ടാക്കാം. ഇപ്പൊ നീ ചെല്ല്. ഞാൻ പോണു. പറഞ്ഞില്ലെങ്കിൽ പിള്ളേർ പട്ടിണിയാവും കേട്ടാ. ഓക്കെ അല്ലേ? Hello. Good morning. Good morning. Nice to meet you all, bubbly lady. What? I'm an Anglo-Indian lady, Mericla Ebola. Who? Mericla Ebola. This is my daughter's son. Hello? We want your help, ma'am. I need your help, sir. മിസ്സേ, കേട്ടില്ലേ? ഇബോള രോഗം വന്നിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടം. വല്ല സഹായത്തിന് വന്നതായിരിക്കും. ആണോ? ഞാനേ ഈ കാർഡ് ഒന്ന് ചോദിക്കട്ടെ. യു കാർഡ് 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 No card. ഇല്ല. താൻ എന്താ ഈ പറയുന്നത്? എന്ത് കാർഡ്? മിസ്സേ, ഇങ്ങനെ സഹായം ചോദിച്ചു വരുന്നവരുടെ കയ്യിൽ ഒരു കാർഡ് കാണും, കണ്ടിട്ടില്ലേ? ഞാൻ 21 വയസ്സുള്ള യുവതിയാണ്. വീട്ടമ്മയായിരിക്കുമ്പോൾ എന്റെ അടുത്ത വീട്ടിലെ അമ്മായി മാരക രോഗം ബാധിച്ച് കിടപ്പിലായി. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല, സഹായിക്കണം എന്നൊക്കെ അച്ചടിച്ച ഒരു കാർഡ്. ആ കാർഡാ യു കാർഡ്. No card. മണി കാണാത്ത ടെൻഷനില്ല ഞാൻ. താൻ ഇവരുടെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിടാൻ നോക്ക്. ഞാൻ വാട്ട് ഈസ് യുവർ പോയി പോവും. അല്ല ശേ, ഈ ഉദ്ദേശത്തിന്റെ ഇംഗ്ലീഷ് എന്താ? പിന്നെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അല്ല, അത് ഞാൻ Sir, I'm an Anglo-Indian lady. We came here for an admission for my daughter's son, Rocky. Rocky? Can you help me? ഒടുക്കത്തെ ഇംഗ്ലീഷാണല്ലോ ഇത് പറയുന്നത്. ആ ഇത്തരക്കാരോട് അധികം സംസാരിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വിടാൻ നോക്ക്. അതിനാര് പറഞ്ഞു വിടും? അമ്മ തായ്മാരുകളെ, ഇവിടെ പെരിയ പ്രശ്നം താനേ. இந்த ஸ்கூலிலே ஒரு பெரிய மணி கலஞ்சு போச்சு. இந்த விஷயத்தில் நம்ம மனிதரெல்லாம் பெரிய துக்கத்திலாണம்மா. ഇത് ഏത് ഭാഷയാടാ? തെലുങ്ക്. അവര് പറഞ്ഞ ഇംഗ്ലീഷാ. അല്ല സുഖു, നിനക്ക് കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നല്ലേ? അതെ, പക്ഷെ ഞാൻ പഠിച്ചത് ഇന്ത്യ ഇംഗ്ലീഷാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഓ, അത് ശരിയാ മിസ്സേ. ഇംഗ്ലീഷില് ഇന്ത്യൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് എന്നൊക്കെ ഉണ്ട്. എന്നാലേ ബഷീർ സാറ് പറ. അല്ല, ഞാൻ കണക്കാ. അല്ലെങ്കിൽ എനിക്കറിയാം താൻ കണക്കാന്ന്. സുഖു, നീ തന്നെ ഒന്ന് ട്രൈ ചെയ്യ. ചെല്ല് ചെല്ലേ. Excuse me, madam. The school money is go. No money. Money miss. Money miss. അത് ശരി. അപ്പൊ മണി ഞാൻ എടുത്താണോ നീ പറഞ്ഞു വരുന്നത്? കൊള്ളാലോടാ നീ. അയ്യോ മിസ്, അതായത് പോയി എന്നാ ഞാൻ ഉദ്ദേശിച്ചത്, അതല്ലാതെ വേറൊന്നുമില്ല. സത്യം. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ ഈ സ്കൂളിലില്ലേ? സാറേ, സാറ് പറഞ്ഞേ. അതിപ്പം അവർ ഇങ്ങോട്ട് ഉച്ചരിക്കുന്നത് എനിക്ക് ശരിക്കും പിടികിട്ടത്തില്ല. വേണ്ട, ഇങ്ങോട്ട് ഉച്ചരിക്കണ്ട, അങ്ങോട്ട് ഉച്ചരിക്കാവല്ലോ. അതാ പ്രശ്നം. അല്ല മിസ്സേ, ഞാൻ ഒന്നും കൂടെ ശ്രമിച്ചാലോ? അയ്യോ, ഒന്ന് പോടാ. പോടാ പോ. എന്തൊരു ബാറ്ററി ഇട്ട പാവേ. ഭർത്താവേ, ഞാൻ ഇനി എന്തോ ചെയ്യും? ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റും. ആ ഇംഗ്ലീഷ് പെണ്ണും പിള്ളയാ സകല കുഴപ്പത്തിനും കാരണം. അമേരിക്കൻ ചുഴലിക്കാറ്റ് വന്നടിഞ്ഞ ആ കൂതറ മകാമ ഇവളാകെ കലക്കും. എന്റെ പൊന്നു മാധവ സാറേ, താൻ വല്ല കവിത ചൊല്ലിയോ തബല കൊട്ടിയോ എങ്ങനെയല്ലേ പറഞ്ഞു വിടാൻ നോക്ക്. ശരി, ഞാൻ നോക്കണം. നോക്ക് മാഡം. ആയി Huh? പിന്നെ പോയി. ഈ ഉദ്ദേശത്തിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? ഒന്ന് വേഗം പറ. കൊറേ നേരമായല്ലോ സാർ ഈ ഉദ്ദേശത്തിന്റെ അർത്ഥം ചോദിച്ചു തുടങ്ങിയിട്ട്. എന്താ സാറിന്റെ ഉദ്ദേശം? എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് ചോദിക്കാനായി ചോദിക്കുന്നത്. എന്നാലേ ആ ഉദ്ദേശം തക്കാലം നടക്കത്തില്ല. അതെ, നമ്മളെല്ലാം കൂടെ ഇങ്ങനെ വട്ടം കൂടി ഒരു കാര്യമില്ല. ഇറങ്ങി നീളത്തിൽ ശരിയാ. അതല്ലെന്ന്, എവിടെ പോകും? ഈ മണി പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ക്ലാസ് തുടങ്ങണ്ടേ? വേണ്ടേ സാറേ? മിസ്സേ, എന്തെങ്കിലും ഒന്ന് ചെയ്യും മിസ്സേ. എന്നാലേ മണിക്ക് പോരെ ഞാൻ പോയി തൂങ്ങി കിടക്കാം. അല്ല, അത് വേണ്ട. See, what is your problem? Money problem?
See, I will try to solve it. Come on. I have no difficulty to problem. Come on. How much you want? Tell me. Please tell me. Come on. ടീച്ചറെ, ടീച്ചർ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്ന ആളല്ലേ? ഇത് കഴിഞ്ഞിട്ടൊന്നും പറയാനില്ലേ? അതിപ്പോ ഇത് ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷാ മിസ്സേ, അതാ. ഓ, അങ്ങനെ ഇംഗ്ലീഷ് ഉണ്ടോ? പിന്നെ ഉണ്ട്. ഓ, കഷ്ടം. എന്നാ പിന്നെ നിങ്ങൾ നിൽക്കുന്ന ക്ലാസ്സിലോട്ട് പോകാൻ നോക്ക്. മണി അടിക്കാത്തോണ്ട് പിള്ളേരൊക്കെ വെളിയിൽ കൂടെ നടക്കുന്നത് മിസ് കാണുന്നില്ലേ? ഇവന്മാരൊന്നും ക്ലാസ്സിൽ കയറാതെ എങ്ങനെ പഠിപ്പിക്കാനാ? എന്തെങ്കിലും ചെയ്ത് പരിഹരിക്കുക. ഇതോ ഇത് ആര് പരിഹരിക്കും? ഇന്ത്യൻ ഇംഗ്ലീഷ് കൊണ്ടാണെങ്കിലും നീ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടാൻ നോക്ക്. മേഡം പ്ലീസ് ഗോ. നോ മണി ഈ സ്കൂൾ. പ്ലീസ് Money? മണി Wait. മനസ്സിലായി മനസ്സിലായതാ തോന്നുന്നെ. അയ്യോ, ഇതെന്താ? ഈ മണി നോ, ഈ മണി നോ. What? മാഡം, നോ ദിസ് മണി, അതർ മണി, അതർ മണി. Come on. Take it. Take it, please. Yeah. മാഡം, നോട്ട് ദിസ് മണി. ദിസ് ഈസ് നോട്ട് മണി. Oh my God. എനിക്ക് വയ്യ മാറത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ. മിസ് എന്നെ പറ. This is not money. What a greedy people this. Cultureless fellows. Indecent. I heard Kerala's are very, very greedy. Blind. താങ്ക് യു. Oh. Come on, Rocky. We can go. We don't want admission here. Come on. Oh. Come. Come on. No, don't do naughty. Come on. Go. അല്ല, അവരെന്തിനാ പോയ? അവരെന്തിനാ വന്നത്? അവരുടെ മകന് ഈ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാ. ആംഗ്ലോ ഇന്ത്യൻ സീറ്റില്. അതെനിക്ക് മനസ്സിലായി. എന്നിട്ടാണോ മിസ് ഉണ്ടായിരുന്നത്? അഡ്മിഷൻ കൊടുക്കണ്ടായിരുന്നു. ഒരു നല്ല തുക ഒപ്പിക്കാമായിരുന്നു. ഇംഗ്ലീഷ് മാത്രം പറയുന്ന ഒരു കുട്ടി, ഇംഗ്ലീഷേ അറിയാൻ മേലാത്ത കുറെ സാറുമാര്. എങ്ങനെ മേയ്ക്കും അവരെ? നിങ്ങൾ പറ. എല്ലാരും കൂടെ എന്നെ നോക്കുന്നതിന്? ഞാൻ ഇവിടുത്തെ പിയൂണാ. അത് കൊള്ളാം. ഞാൻ കണക്കാ. അതാ കണക്കാ, എനിക്കറിയാം. അതെ, അരി ഇടണ്ടേ? ചെയ്യും. അരി ഇടണോ? ഇടണമെങ്കിൽ ഇടാം. ഇടണ്ടേ? ഇടണ്ടേ? ഇടണ്ട, അതാ നല്ലത്. അയ്യോ, നിങ്ങൾ ഏതായാലും ക്ലാസ്സിലോട്ട് ചെല്ലേ. ടീച്ചറെ, മണി വീണ്ടും മണി. മണി വേണ്ട. തൽക്കാലം ഈ മീൻകാരൊക്കെ കൂന്നോലെ അതുപോലെ അങ്ങോട്ട് കാറിയാ മതി. മാധവ് സാറ് കാറും. ഞാൻ കാരണം പിന്നെ ഞാൻ കാരണോ? ഞാൻ കാറത്തില്ല. പിന്നെ ആര് കാറും? ഞാൻ കാറാം. അത് കണക്കാ. ഐഡിയ. എന്ത്? ഈ കലോത്സവത്തിനോട് ഒന്ന് ചെണ്ടയില്ലേ, തൽക്കാലം അതിർത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ കുട്ടികളെ തബല കുട്ടികളെ ക്ലാസ് മുടങ്ങരുത്. അത് തന്നെ. എന്നാ വാ, നമുക്ക് ചെണ്ട എടുത്ത് അതെ, പോസുകോ പയറിടണോ? ഇതൊക്കെ ആരോട് പറയാൻ? എല്ലാരും പോയോ? ഇതാ പറ്റിയ സമയം. PTA പ്രസിഡന്റും മണിയും. ഇതെന്താ PTA പ്രസിഡന്റ്? മണി പ്രസിഡന്റ് അടിച്ചോണ്ട് പോയതാണോ? അല്ലാതെ പിന്നെ ഇതെന്താ കറുത്ത് കരിവാളിച്ചിരിക്കുന്നേ? പ്രസിഡന്റ് എന്താ മണി ചുറ്റിനാൻ വേണ്ടി കൊണ്ടുപോയതാണോ? ഓ പിന്നെ ഇത് കേട്ടതൊന്നും മണി ഇന്നലെ വരെ നല്ല വെളുത്ത് തുടുത്ത ആപ്പിള് പോലെ ഇരിക്കായിരുന്നു. ആപ്പിൾ പോയിരുന്നാലും മാങ്ങ പോയിരുന്നാലും ഇത് PTA പ്രസിഡന്റ് എന്തിനാ കൊണ്ടുപോയതെന്ന് എനിക്കറിയണം. പറ. അത് പിന്നെ പറ പ്രസിഡന്റ്, എന്തിനു കൊണ്ടുപോയതാണെന്ന്. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നോടൊന്ന് ക്ഷമിക്കണം. അത് നിങ്ങൾക്കറിയാമല്ലോ, രാത്രി ടൗണിലൊരു തട്ടുകട നടത്തിയാ ഞാൻ ചിലവൊക്കെ നടത്തി പോകുന്നതേ. അതിന് അല്ല, അവിടെ ദോശ ഉണ്ടാക്കാനും ഓംലേറ്റ് ഉണ്ടാക്കാനും കൂടെ ആകെ ഒരു ദോശക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ കാലമായി
ഈ മണി വെച്ചാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ദോശ ചുടാനേ. ചുമ്മാതല്ല ഈ കല്ല് കറുത്ത് കരുവാളിച്ചിരിക്കുന്നത്. എന്റെ സുഖു, നിങ്ങൾ ഈ മണിയുടെ സൗന്ദര്യം നോക്കി നിൽക്കാതെ ഈ മണി എടുത്ത് തൂക്കിയിടാൻ നോക്ക്. ക്ലാസ് തുടങ്ങട്ടെ. അതെങ്ങനെ അടിക്കാനാ മിസ്സേ? അടുപ്പി വെച്ച് കത്തിച്ച ഈ മണി അടിച്ച ശബ്ദം കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബ്ദം കറുത്തൊന്നും ഇരിക്കത്തില്ലല്ലോ, അടിച്ചാൽ എന്താ? ഇച്ചിരി കൊണ്ട് കരിയായെന്ന് പറഞ്ഞ മണിക്ക് ഒരു കുഴപ്പമില്ല. സുഖവേ, ഓ നീ ആ കൊട്ടുപടി അല്ല മിസ്സേ ഞാൻ എടുത്തോണ്ട് വേണം. കൊട്ടാ. ആ. പിന്നെ എന്ന് വെച്ചാ സുഗുണെ ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയൊന്നും അല്ലല്ലോ ഇത്. എന്ന് തുടങ്ങിയ പണിയായത് ഇതൊന്ന് അടിച്ചു നോക്കിയേ, ഒന്ന് നോക്കട്ടെ. കൊട്ടാ. ശബ്ദം കേട്ടോ നോക്കണമല്ലോ. ഇപ്പൊ മനസ്സിലായില്ല, മണിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? മണി വെച്ച് കേട്ട് പിള്ളേർ സ്കൂൾ വിട്ട് ഇറങ്ങിയപ്പോ മണിക്ക് ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലായില്ലേ? കൂട്ടമണി അടിച്ചതോ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. 4 മണി അടിക്കുന്നതേ സ്കൂളിൽ വിടാനാ. അതെ, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഈ സ്കൂളിലെ മെയിൻ ആള് നിങ്ങൾ ആരുമല്ല. പിന്നെ ഈ മണിയാണ് ഈ സ്കൂളിലെ